നമ്മൾ ചെയ്യാൻ പോണത് സിമ്പിളായിട്ടുള്ള പക്ഷേ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെള്ള ചട്നിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് പച്ചമുളക്, ഉള്ളി, പൊട്ടുകടല, കറിവേപ്പില, കാഷ്യൂ നട്ട്സ്. പച്ചമുളകും എല്ലാതും കഴുകണം കേട്ടോ. ഉള്ളിയും പച്ചമുളകും എല്ലാം കഴുകി വയ്ക്കുക. പൊട്ടുകടലയും കാഷ്യൂ നട്ട്സും ഒക്കെ കഴുകി വയ്ക്കുക. ഉള്ളിയും പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വേഗം അരിഞ്ഞ് കിട്ടും. പിന്നെ ഇത് പൊട്ടുകടലയാണ് കേട്ടോ, കടലപ്പരിപ്പല്ല. കളർ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഇത് കടലപ്പരിപ്പാണോ എന്ന്. ഇനി ഇതിലേക്ക് ഒരു മുറി നാളികേരമാണ് കേട്ടോ, അതായത് 1 കപ്പ് നാളികേരം നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. പിന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ച് അരച്ച് വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ കട്ടിയിൽ കിട്ടണം കേട്ടോ, അത് ഭയങ്കര ലൂസായിട്ട് അരച്ചെടുക്കണ്ട. ഇനി അത് വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിക്കുക. ഇനി തീ സിമ്മിലിടുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരപ്പതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്നത് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. പച്ചവെള്ളം ഇനി ഒഴിക്കരുത് ചട്നിയിൽ. അരച്ച് കഴിഞ്ഞാൽ പിന്നെ അരയ്ക്കാനുള്ള വെള്ളമോ അത് ഇവിടെ എടുത്തിരിക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ അടിപൊളി ചട്നി, വെള്ള ചട്നി റെഡിയായി. ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ ഒരു സിമ്പിൾ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.